ഹായ് ഓൾ, ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്മണ്ട് സ്പെൻസറുടെ അമോറട്ടി സോണറ്റ്സിനെ കുറിച്ചിട്ടാണ്. അമോറട്ടി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ലവ് അല്ലെങ്കിൽ ലിറ്റിൽ ക്യൂപ്പിഡ്സ് എന്നുള്ള അർത്ഥമാണ്. 1595 എലിസബത്ത് ബോയിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള 89 ലവ് സോണറ്റ്സിൻ്റെ കളക്ഷനാണ് ഈ ഒരു അമോറട്ടി സോണറ്റ്സ് എന്ന് പറയുന്നത്. അമോറട്ടി സോണറ്റ്സിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഐഡിയ ഓഫ് ലവ് ആണ്. സോണറ്റ് 67 വരെ അൺറിക്വയറ്റഡ് റൊമാൻറ്റിക് ഡിസയറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ലവിലുണ്ടായിട്ടുള്ള നിരാശകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ 67 മുതൽ ഫോളോ ചെയ്യുന്നത് സ്പെൻസറും എലിസബത്തും തമ്മിലുള്ള ഹാപ്പിനെസ് ഓഫ് ലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സോണറ്റ് 34 നോക്കാം. ഈ ഒരു സോണറ്റ് എഴുതിയിരിക്കുന്നത് 3 ക്വാർട്ടറൈൻസും എ ഫൈനൽ കപ്ലെറ്റാണുള്ളത്. റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ ആണ്. ഇയാമിക് പെൻഡാമീറ്ററിലാണ് ഈ ഒരു സോണറ്റ് എഴുതിയിട്ടുള്ളത്. ഈ ഒരു സോണറ്റിൻ്റെ ടോൺ എന്ന് പറയുന്നത് സാഡാണ്, ഫുൾ ഓഫ് ചാവോസ് ആൻഡ് ഡെസ്പൈസ്, നിരാശയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും അടങ്ങിയിട്ടുള്ളൊരു സോണറ്റാണിത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സോണറ്റിൻ്റെ സ്റ്റാൻസ് ഓഫ് സമ്മറി നോക്കാം. ഈ ഒരു സോണറ്റിൽ പോയറ്റ് അദ്ദേഹത്തെ ഷിപ്പുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു സ്റ്റാറിൻ്റെ സഹായത്തോടു കൂടി ഓഷ്യൻസിൽ സഞ്ചരിക്കുന്ന ഒരു ഷിപ്പിനെയാണ് അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റോം കാരണം ഈ ഒരു സ്റ്റാർ അവിടെ ഡിമിനിഷായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് കാരണം ഈ ഒരു ഷിപ്പിന് അതിൻ്റെ ഡിറക്ഷന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പോയറ്റിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഷിപ്പിന് സിമിലർ ആണെന്നും അതുപോലെ ഈ ഒരു സ്റ്റാർ ആയിരുന്നു പോയറ്റിനെ ഗൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ക്ലൗഡ്സ് അതിനെ മൂടപ്പെട്ടി. അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഹിഡൻ ഡേഞ്ചേഴ്സിനെ ആലോചിച്ചിട്ട് അദ്ദേഹം വാണ്ടർ ആവുകയാണ്, അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ പോയറ്റിനൊരു ഹോപ്പ് ഉണ്ട്, അതായത് ഈ ഒരു സ്റ്റോം പോയതിന് ശേഷം ഹെലിക്ക എന്ന് പറയുന്ന പോൾ സ്റ്റാർ വീണ്ടും ഷൈൻ ചെയ്യുമെന്നും അദ്ദേഹത്തെ നോക്കുമെന്നും ആ ഒരു പോയറ്റിന് ഒരു ഹോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. പോൾ സ്റ്റാറിൻ്റെ ബ്രൈറ്റ് ലൈറ്റ് പോയറ്റിൻ്റെ ഷാഡോ ഗ്രീഫ് ആയിട്ടുള്ള ക്ലൗഡ്സിനെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുവരെ പോയിട്ട് വാണ്ടർ അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സീക്രട്ട് സോറോസും ചിന്തകളൊക്കെ ആലോചിച്ച് വാണ്ടർ അടിച്ചിട്ട് നടക്കുകയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സോണറ്റ് 67 നോക്കാം. സോണറ്റ് 67 എന്ന് പറയുന്നത് 3 ക്വാർട്ടറൈൻസും ഫൈനൽ കപ്ലെറ്റ് ആണുള്ളത്. എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ ആണ് റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇയാമിക് പെൻഡാമീറ്ററിലാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോണറ്റിൽ പോയറ്റ് അദ്ദേഹത്തെ ഒരു ടയേർഡ് ആയിട്ടുള്ള ഹൻസ്മാനുമായിട്ടും അതുപോലെ അദ്ദേഹത്തിൻ്റെ ബിലവഡിനെ എസ്കേപ്ഡ് ആയിട്ടുള്ള ഒരു മാനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോണറ്റ് 67 പോയിട്ട് പറയുന്നത് ഒരു ലോങ് വേട്ടയാടലിന് ശേഷം ഈ ഒരു പ്രേ എന്ത് ചെയ്യുന്നു, ഒരു തണലുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കുന്നു. ഈ ഒരു സമയത്ത് ശ്വാസം മുട്ടുന്ന വേട്ട നായ്ക്കൾ അവരുടെ പ്രാർത്ഥനയിൽ വഞ്ചിതരാകുന്നു എന്നാണ് പോയിട്ട് പറയുന്നത്. പോയിട്ട് പറയുന്നത് അതായത് ഈ ഒരു ലോങ് വേട്ടയാടലിന് ശേഷം ഈ ഒരു പ്രേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബിലവഡ് അതേ എസ്കേപ്പ് ആയെന്ന് അറിഞ്ഞ ആ ഒരു ശേഷം ഇവർ ഈ ഒരു വേട്ടനായ്ക്കൾക്കൊപ്പം തണലുള്ളൊരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് അറ്റംപ്റ്റിന് ശേഷവും പോയറ്റിന് യാതൊരു വിധത്തിലുള്ള ഇരയും കിട്ടാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒരു വേട്ടയാടലെ അവിടെ ഉപേക്ഷിച്ച് പോകാനിരിക്കുന്ന സമയത്ത് അതേ പ്ലേസിൽ ദാഹം കൊണ്ട് അവിടുത്തെ അരുവിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മാന വന്നത് അദ്ദേഹം കാണുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു മാനം പോയറ്റിനെ കാമായിട്ട് നോക്കുന്നതാണ് കാണുന്നത്. പോയറ്റിനെ കണ്ടെങ്കിൽ കൂടി അവൾ അവിടുന്ന് ഓടുന്നില്ല, അവിടെ യാതൊരു ഫിയറും ഇല്ലാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് പോയറ്റ് ബലമായിട്ട് ആ ഒരു ഡീറിനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. പോയറ്റ് പറയുന്നുണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആനിമലിനെ അദ്ദേഹം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പോയറ്റ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൃഗത്തെ കിട്ടിയത് ഒരു സ്ട്രേഞ്ച് ആയിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു എന്ന് പോയറ്റ് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സോണറ്റ് 77 നോക്കാം. ഈ ഒരു 77 3 ക്വാർട്ടറൈൻസും ഒരു ഫൈനൽ കപ്ലെറ്റ് ആണുള്ളത്. ഇതിൻ്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി ബി സി ബി സി സി ഡി സി ഡി ഇ ഇ ആണ്. ഇയാമിക് പെൻഡാമീറ്ററിലാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോണറ്റിൽ ഫീസ്റ്റുമായിട്ടാണ് ലവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതായത് വിരുന്നുമായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റിച്ച് ഇമാജസിൻ്റെയും മെറ്റഫേഴ്സിൻ്റെയും സഹായത്തോടു കൂടി ലവിൻ്റെ ഹാപ്പിനെസ്
ഫീസ്റ്റ് വിരുന്ന് പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഇതിൽ പോയറ്റ് ബിലവഡിനെ കുറിച്ചിട്ട് ആലോചിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ഇതൊരു സ്വപ്നമാണോ അതോ അദ്ദേഹം പ്ലേ ചെയ്ത് കണ്ടതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. സോണറ്റ് 77 പോയിട്ട് ചിന്തിക്കുകയാണ്. അതായത് ഒരു ഗ്രേറ്റസ്റ്റ് പ്രിൻസിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഫുഡുകൾ ഒരു ഇവോറി, അതായത് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിളിൽ വെക്കുന്ന സമയത്ത് പോയിട്ട് ചിന്തിക്കുകയാണ്, ഇതൊരു ഡ്രീമാണോ അതൊരു റിയാലിറ്റി ആണോ എന്ന് പോയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു പലഹാരങ്ങൾക്കിടയിൽ സിൽവർ പ്ലേറ്റിൽ വെച്ചിട്ടുള്ള 2 ഗോൾഡൻ ആപ്പിൾസ്, വാല്യുബിൾ ആയിട്ടുള്ള പ്രൈസുള്ള 2 ഗോൾഡൻ ആപ്പിൾസ് ഇരിക്കുന്നുണ്ട്. ഹെർക്കുലിസ് മോഷ്ടിക്കുന്ന ഈ ഒരു ആപ്പിൾ നല്ല പ്രൈസ് ഉള്ളതാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് അറ്റ്ലാന്റയുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ട് ഹിപ്പോമനസ് അവളെ മറികടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആപ്പിളിനേക്കാൾ ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്പിളുകൾ വളരെ സ്വീറ്റ് ആണെന്നും യാതൊരു വിധത്തിലുള്ള സ്റ്റെയിന് കറകളും ഇല്ല എന്നും ആരും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ലവിൻ്റെ ഗോഡായിട്ടുള്ള ക്യൂപ്പിഡ് അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണിതെന്ന് പറയുന്നുണ്ട്. ഫൈനൽ കപ്ലറ്റിൽ പോയിട്ട് പറയുന്നുണ്ട്, അതായത് 2 ഗോൾഡൻ ആപ്പിൾസ് എന്ന് പറയുന്നത് ബിലവഡിൻ്റെ ബോസംസ് സ്ഥാനങ്ങളാണെന്നും അതുപോലെ അദ്ദേഹത്തിൻ്റെ പോയിറ്റിൻ്റെ തോട്ട്സ് എന്ന് പറയുന്നത് അതിനെ ഭക്ഷിക്കാൻ പോകുന്ന അതിഥികളാണെന്നും പോയിട്ട് പറയുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു സോണറ്റ് 77 പോയിട്ട് പറയുന്നത്.